ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ രാജീവനും ശിവനും ചായ കുടിച്ചിരിക്കുകയാണേ. അവിടേക്ക് ബബിത എത്തുന്നു. എന്നിട്ട് പറയും, അങ്കിളെ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു, എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുമ്പോൾ ശിവൻ പറയും, ഇത് തന്നെയല്ലേ ഞാൻ നിന്നോട് 2 ദിവസം മുന്നേ ചോദിച്ചത്. അപ്പോൾ രോഹിത്തും വരുന്നുണ്ടോ? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ ഇങ്ങോട്ട് പോകുന്നത്? അപ്പോൾ പോകുമ്പോഴും അങ്ങനെ തന്നെ വേണമല്ലോ എന്ന് പറയുമ്പോൾ ബബിത പറയും, രോഹിത്തേട്ടൻ്റെ കാര്യമൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് പോകണം. ഇവിടെ എന്തെങ്കിലും അസൗകര്യം ഉണ്ടായിട്ടാണോ പോകുന്നത് എന്ന് രാജീവൻ ചോദിക്കുമ്പോൾ, ഏയ് അതല്ല അങ്കിൾ, എന്നായാലും ഇവിടുന്ന് പോകണമല്ലോ, അത് ഇപ്പം തന്നെ ആയേക്കാം. എന്നെ ഒന്ന് അങ്ങോട്ട് ആക്കി തരുമോ അങ്കിളെ എന്ന് ചോദിക്കുമ്പോൾ ശിവൻ പറയും, ആ എങ്കിൽ പോയി ഞാൻ മാറ്റട്ടെ എന്ന് ചോദിക്കുകയാണേ. ഇത്രയും രാവിലെ തന്നെ പോകണോ? ആ പോകണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബബിത മുകളിലേക്ക് കയറിപ്പോവാണ്. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, അവൾ അങ്ങനെ തീരുമാനം എടുത്തത് നന്നായി ശിവേട്ടാ, നമ്മുടെ ഉത്തരവാദിത്വം കുറഞ്ഞു കിട്ടുമല്ലോ. കൊണ്ടാക്കുമ്പോൾ ഞാനും കൂടെ വരാമെന്ന് പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട്, ആ നീ വരണം, ഞാനേ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവത്തില്ല എന്ന്. അങ്ങനെ ബബിത കയറി പോകുമ്പോൾ തന്നെ അവിടെ ഹരി ഉണ്ടാവുക. ഹരിയെ കണ്ടപ്പോൾ ബബിത സ്ലോയിലാണ് കേട്ടോ നടന്നു പോകുന്നത്. അപ്പോൾ കാല് വെച്ച് അവിടെ നിർത്തിക്കാണ് കേട്ടോ ഹരി. എന്നിട്ട് ചോദിക്കും, എടി, നീ എന്താ കരുതിയത്? എൻ്റെ 1.5 ലക്ഷത്തിൻ്റെ ഫോണ് നീ നശിപ്പിച്ച് കളഞ്ഞില്ലേ? അതിന് നിന്നെ ഞാൻ വെറുതെ വിടത്തില്ലടി. എൻ്റെ കാൽക്കൽ വന്ന് നീ മുട്ടുകുത്തിക്കും എന്നും പറഞ്ഞ് മറ്റൊരു ഫോൺ എടുത്ത് കാണിക്കുകയാണ് കേട്ടോ. ഇതാ എൻ്റെ പുതിയ ഫോൺ. നീ എന്താ കരുതിയത്? അത് പൊടിച്ചു കളഞ്ഞാൽ അതിൽ നിന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നോ? എങ്കിലേ ആ സിമ്മ് ഇതിലിട്ട് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നിന്റെ വീഡിയോസ് ഒക്കെ ഇതിൽ വരും. ഞാനത് ബാക്കപ്പ് മെമ്മറിയിലേക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം തിരികെ വരും മോളെ. നിന്നെ എൻ്റെ കാൽക്കൽ ഞാൻ കൊണ്ടുവരിക്കും എന്നൊക്കെ പറയുമ്പോൾ നീ പോടാ എന്ന് പറയട്ടോ ബബി. എന്നെ നീ എന്നോ എന്ന് പറയുമ്പോൾ ബബിത തിരിച്ചു പോയിട്ട് പറയും, ഇനി നിന്നെ ഞാൻ ചേട്ടാ എന്ന് വിളിക്കോ? നീ പോടാ പട്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകൂട്ടോ. അതും കണ്ട് നോക്കി നിൽക്കുകയാണ് ഹരി. അങ്ങനെ ബബിതയാണെങ്കിൽ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോകുന്നു. അവിടേക്ക് രോഹിത് എത്തിയിട്ട് ചോദിക്കും, എന്താ ബബിത പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്ന്? ഒന്നുമില്ല രോഹിയേട്ടാ, എനിക്ക് ഇവിടെ നിന്നിട്ട് ശരിയാവുന്നില്ല. എത്രയായാലും ഇത് നമ്മുടെ വീടല്ലല്ലോ എന്ന് പറയുമ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, അത് നിനക്ക് ആദ്യം അറിയില്ലായിരുന്നോ? പിന്നെ എന്തിനാ നീ അവിടുന്ന് ചാടിപ്പോന്നേന്ന്? അന്ന് ശിവനങ്കിൾ പറഞ്ഞിരുന്നു ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട്. അന്ന് അതായിരുന്നു ശരി. ഇപ്പോൾ ശിവനങ്കിൾ തന്നെ പറഞ്ഞല്ലോ നമ്മൾ പോകുന്നതായിരിക്കും നല്ലത് എന്ന്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, നീ പോയാൽ എനിക്കും ശരിയാവത്തില്ല, ഞാൻ കൂടെ വരാന്ന് പറയുമ്പോൾ നമ്മുടെ ബബിത പറയുന്നുണ്ട്, വേണ്ട രോഹിത് ഏട്ടാ, ഏട്ടൻ ഇവിടെ നിന്നോ, ഞാൻ പൊക്കോളാം എന്ന്. നീ ഇവിടുന്ന് പോകുമ്പോഴേ അങ്കിൾ പറയാണ്, രോഹിത്തെ നിങ്ങൾ ഒരുമിച്ചല്ലേ വന്നത്, ഒരുമിച്ച് പോകുന്നതല്ലേ നല്ലത് എന്ന് ചോദിച്ചാൽ എനിക്കത് ക്ഷീണ. അതിനേക്കാൾ നല്ലത് ഞാൻ കൂടെ നിന്റെ കൂടെ വരുന്നതാ എന്ന് പറയുമ്പോൾ നമ്മുടെ ബബിത പറയും, വേണ്ട രോഹിയേട്ടാ, അങ്കിളല്ലേ അങ്ങനെയൊന്നും പറയത്തില്ല. പിന്നെ ഇവിടെ തറവാട് വീടല്ലേ, ഇവിടെ നിന്ന് ആരും രോഹിയേട്ടനെ ഇറക്കി വിടത്തുമില്ല. അതല്ലടി, നമ്മൾ തമ്മിൽ സ്പ്ലിറ്റ് ചെയ്ത് പോയാൽ നീ അവിടെ ചെല്ലുമ്പോൾ ഒരു ബലം കിട്ടില്ല. മറ്റുള്ളവരൊക്കെ ഒറ്റക്കെട്ടാണല്ലോ. കൂടാതെ നിന്നെ ഒറ്റയ്ക്ക് ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ അമ്മയ്ക്കും അത് എന്നോട് ദേഷ്യമാവും. അതുകൊണ്ടേ ഞാൻ വരുന്നതായിരിക്കും ബെറ്റർ ചോയ്സ് എന്ന് പറഞ്ഞിട്ട് രോഹിത്തും കൂടെ മാറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ബബിതയാണെങ്കിൽ മാറ്റി ഇറങ്ങുന്ന നേരത്ത് നമ്മുടെ ഹരി കൈവച്ച് തടഞ്ഞു നിർത്തിട്ടോ. എന്നിട്ട് ചോദിക്കും, നീ ഇവിടുന്ന് പോയാൽ നീ രക്ഷപ്പെട്ടു എന്നാണോ നിന്റെ വിചാരം? നീ ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല എന്നൊക്കെ പറയുമ്പോൾ നീ പോടാ എന്ന് പറയേ. എൻ്റെ ഫോൺ നശിപ്പിച്ചതിന് പകരമായിട്ട് നിന്റെ ഫോൺ വാങ്ങി നശിപ്പിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, ഞാൻ പോട്ടെ എന്ന് വെക്കുന്നതാന്ന് പറയുമ്പോൾ ദേഷ്യത്തിൽ നമ്മുടെ ബബിത അങ്ങ് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് തിരികെ വന്നിട്ട് പറയും, ഇതാടാ എൻ്റെ ഫോൺ, നീ എറിഞ്ഞു പൊട്ടിച്ചോ എന്ന് പറയുമ്പോൾ ഹരി പറയും, എനിക്ക് എന്തിനാ ഈ പരട്ട ഫോൺ, നിന്റെ മറ്റവന് കൊണ്ടുപോയി കൊടുക്കുക എന്ന്. നീ പോടാ, നിനക്കേ 8ന്റെ പണി തന്നില്ലെങ്കിൽ ഈ ഹരിയെ നീ പട്ടി എന്ന് വിളിച്ചോ എന്ന് പറയുമ്പോൾ ഞാൻ അത് എത്രയോ തവണ വിളിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടായിരിക്കും കേട്ടോ ബബിത അവിടുന്ന് ഇറങ്ങി പോകുന്നത്. അങ്ങനെ ശിവനും രാജീവനൊക്കെ മാറ്റി ഇറങ്ങുമ്പോൾ കമലയോട് പറയേ. അപ്പോൾ കമല വന്നിട്ട് പറയും, പോകുവാണോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയാൽ പോരെ എന്ന് പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട്, അതിനൊന്നും നേരമില്ല, കടപ്പാട്ടൂർ പോകണം, എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകണം, അവിടെ നിന്ന് കോട്ടയത്ത് പോകണം, ടിക്കറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് 1-2 പർച്ചേസും കൂടെ ഉണ്ട് എനിക്ക് രാജീവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കമല പറയും, കടപ്പാട്ടൂർ ചെന്നിട്ടേ ഇവരെ വെറുതെ അങ്ങ് കൊണ്ടുവിട്ട് തലയും കുനിച്ച് പോന്നാൽ പോരാ, ആ ബാലേന്ദ്രനോട് നല്ല 4 വർത്താനം പറയണമെന്ന്. അത് കേൾക്കുമ്പോൾ രാജീവൻ ചോദിക്കും, എങ്ങനെ വർത്താനം പറയേണ്ടത് എന്നൊന്ന് കമലയിടത്തി പറഞ്ഞു തരണമെന്ന്. ആ അലീനയെ അവിടെ നിന്ന് പറഞ്ഞയച്ച് സ്വന്തം ഭാര്യയെയും മക്കളെയും വീട്ടിൽ കയറ്റി നല്ലതുപോലെ ജീവിക്കാൻ വേണ്ടി പറ എന്ന് പറയുമ്പോൾ രാജീവൻ പറയും, ഇത് തന്നെയല്ലേ ആദ്യം മുതലേ ഞങ്ങള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്നിട്ടും അവൻ കേട്ടില്ല, ഇനി കേൾക്കോ? അതുമില്ല, നമ്മൾ വെറുതെ അവിടെ പോയിട്ട് എന്തിനാ നാണം കെടുന്നേ? ഞങ്ങളിപ്പോൾ പോകുന്നത് തന്നെ വൈജയായിട്ടുള്ള പ്രശ്നമൊക്കെ മാറ്റി ഒന്നിച്ച് പോവാൻ നോക്കാൻ വേണ്ടി പറയാനാ.
അല്ലാതെ അവിടെ പോയി കുറെ ഭീഷണിയും മുഴക്കി ഞങ്ങൾ അവൻ അവോയ്ഡ് ചെയ്യും എടുത്തി എന്ന് പറയുമ്പോഴേക്കും കമല പറയും, അല്ലെങ്കിൽ എനിക്ക് അറിയാം നിങ്ങളെ കൊണ്ടൊന്നും ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങ് പോവുക കേട്ടോ. അതും കൂടി കേൾക്കുമ്പോൾ രാജീവൻ പറയും, ആവശ്യത്തിനുള്ള മോട്ടിവേഷൻ കിട്ടിയില്ലേ ശിവേട്ട, എങ്കിൽ നമുക്ക് പോയാലോ എന്ന് ചോദിച്ചാൽ അങ്ങ് പോകുവാണ്. അവർ പോകുന്ന നേരത്ത് നമ്മുടെ ഹരിയും ഉണ്ടാവും കേട്ടോ അവിടെ. ഇനിയിപ്പോൾ ബബിതയെ ട്രാപ്പിലാക്കാൻ എന്താ ഒരു വഴിയെന്ന് ചിന്തിച്ച് നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ബാലേന്ദ്രനും കൃഷ്ണയും കൂടെ വൈജയെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ആ സമയത്ത് അലീന ചോദിക്കും പെട്ടെന്ന് വരില്ലേ എന്ന കാര്യം. അപ്പോൾ ബാലേന്ദ്രൻ പറയും, ഞങ്ങൾ അവിടെ നിൽക്കാൻ വേണ്ടി പോവല്ലോ, അവിടെ പോകുന്നു, കാര്യങ്ങൾ അന്വേഷിക്കുന്നു, തിരിച്ചു പോരുന്നു, അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന ചോദിക്കുന്നുണ്ട് കൃഷ്ണയോട്, മോള് അവിടെ നിൽക്കുന്നുണ്ടോ എന്ന്. അയ്യോ, അരമണിക്കൂറിൽ കൂടുതൽ എനിക്ക് അമ്മയുടെ അടുത്ത് നിൽക്കാൻ പറ്റില്ല, ഓടിക്കളയാൻ തോന്നും, ചേച്ചിക്ക് അറിയാലോ, പിന്നെ എന്തിനാ ചോദിക്കുന്നേ എന്ന് പറയും. എന്നിട്ട് അവർ പോവാണ് കേട്ടോ ഹോസ്പിറ്റലിലോട്ട്. അങ്ങനെ നമ്മുടെ അലീനയാണെങ്കിൽ പച്ചക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് കേട്ടോ. ആ സമയത്ത് മനു വിളിക്കുന്നുണ്ട്, അലീന നീ എവിടെയാന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിലുണ്ടെന്ന് പറയും. ഇന്നത്തെ പ്രോഗ്രാം എന്താന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്ന് ഡയറി എടുത്ത് നോക്കട്ടെ, ഇപ്പോൾ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് ആ പച്ചക്കറി കിറ്റിൽ പോയി നോക്കുകയാണ്. എന്നിട്ട് പടവലങ്ങ എടുത്തിട്ട് പറയും, രാവിലെ 9 മണിക്ക് പാല ഉദ്ഘാടനം, പിന്നെ 4 പച്ചമുളക് എടുത്തിട്ട് പറയുന്നുണ്ട്, 4 മണിക്ക് മൈതാന പ്രസംഗം, അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനു പറയും, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, പാവല്ലേ എന്ന് വിചാരിക്കുമ്പോൾ തലയിൽ കയറി തുള്ളുകയെന്ന് ചോദിക്കാൻ കേട്ടോ. ആ സമയത്ത് നമ്മുടെ അലീന ചിരിച്ചു പോവാണ്. മനുവായിട്ട് എപ്പോൾ എവിടെയാന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനു പറയും, ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കാന്ന്. അയ്യോ, ഇങ്ങോട്ട് വരുമ്പോഴേ വല്ലതും കഴിച്ചിട്ട് വേണം പോരാൻ, ഇവിടെ ഒന്നും ഇരിപ്പില്ല എന്ന് പറയുമ്പോൾ, അയ്യോ ബാക്കിയുള്ളവരൊക്കെ എന്നിട്ട് പട്ടിണി അടക്കല്ലേ എന്ന് ചോദിക്കാട്ടോ മനു. മുന്നോട്ട് വരുമ്പോൾ അവിടെയുള്ള ഫിഷ് മാർക്കറ്റിൽ നിന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് നോക്കി വാങ്ങിച്ചോ എന്ന് പറയുമ്പോഴേക്കും മനു പറയും, അതെ ഞാൻ നിന്റെ കെട്ടിയവനൊന്നും ആയിട്ടില്ല, ഇപ്പോഴേ നീ ഇങ്ങനെ ഓരോന്ന് വാങ്ങിച്ചുകൊണ്ടിരാൻ പറഞ്ഞാ എന്തായിരിക്കും എന്റെ അവസ്ഥ, എന്റെ പോക്കറ്റ് കീറുവോ നീ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട മനുവേട്ടാ എന്ന് പറയണേ. എന്നിട്ട് ചോദിക്കും, നിനക്ക് പുറത്തിറങ്ങാത്ത നിനക്ക് എങ്ങനെ ഈ ഫിഷ് മാർക്കറ്റൊക്കെ അറിയുന്നതെന്ന്. മനുവേട്ടനോട് ആരാ പറഞ്ഞേ ഞാൻ പുറത്തിറങ്ങാറില്ല എന്ന്? ഞാനല്ലേ ഇപ്പോൾ പച്ചക്കറിയും ഫിഷൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാറുള്ളത്, അതുകൊണ്ട് എനിക്ക് എല്ലാം അറിയാമെന്ന് പറയാണ്. എന്നിട്ട് മനു പറയുന്നുണ്ട്, ഞാനിപ്പോൾ നിന്നെ വിളിച്ചത് എന്താണെന്നറിയോ, അച്ഛനും കൊച്ചച്ഛനും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ബബിതയെയും രോഹിത്തിനെയും കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. അതേതായാലും നന്നായി, വളരെ സന്തോഷം എന്ന് പറയാണ്. എന്നോട് ദേഷ്യമാണെങ്കിലും അവർക്ക് എൻ്റെ ഒരു നോട്ടം കിട്ടുമല്ലോ ഇവിടെ വന്നാ എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, അങ്കിളിനോടെ അവരോട് വഴക്കിനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞേക്ക്, അച്ഛനും കൊച്ചച്ഛനും ഇപ്പം താന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട്, അച്ഛൻ ഇവിടെ ഇല്ല മനുവേട്ടാ, കൃഷ്ണമോളെയും കൂട്ടിയിട്ട് അമ്മയുടെ അടുത്തേക്ക് പോയതാന്ന്. അതേതായാലും നന്നായി, നീ ഉണ്ടല്ലോ അവിടെ, ഞാനിപ്പോൾ വന്നേക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യുവാണ്. അങ്ങനെ ബാലേന്ദ്രനും കൃഷ്ണമോളും ഹോസ്പിറ്റലിൽ എത്തുവാണ്. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിൽ ഗോവർദ്ധനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, മോളോട് പോയി കാണാൻ വേണ്ടിയിട്ട് പറയും. അങ്ങനെ കൃഷ്ണ അമ്മയെ എന്ന് വിളിച്ചിട്ട് ICUവിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ വൈജി ചോദിക്കും, നീ എങ്ങനെയാടി വന്നത്? അച്ഛനുണ്ട്, ഗോവർദ്ധൻ അങ്കിളിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചോദിക്കും, നീ ഇപ്പോഴും നിന്റെ അച്ഛൻ്റെ കൂടെ തന്നെയാണോ? നീ ശിവേട്ടൻ വിളിച്ചപ്പോൾ എന്താ കടപ്പാട്ടൂരേക്ക് പോവാഞ്ഞെന്ന്. അപ്പോൾ നമ്മുടെ കൃഷ്ണമോള് പറയുന്നുണ്ട്, അവർക്ക് നീതിയും ന്യായമൊന്നും അറിയില്ല, അവർക്ക് ബുദ്ധിയില്ല അമ്മേ. ഞാൻ അങ്ങനെയല്ലല്ലോ, എൻ്റെ തലയിലെ കളിമണ്ണല്ല ബ്രെയിനാണ് എന്ന് പറയുന്നുണ്ട്. നീ നിന്റെ അച്ഛൻ്റെ വാലെ തൂങ്ങി നിന്നോ, ഉരുട്ടിത്തരും, അവിടെ അലീന എല്ലാം കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ നമ്മുടെ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ആ കൊണ്ടുപോയിക്കോട്ടെ, കൂടെ എന്നെയും കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കും അതല്ലേ നല്ലത്, മറ്റുള്ളവരെ വീട്ടിൽ കഴിയുമ്പോൾ അവർ ഭക്ഷണം വിളമ്പി തരുമ്പോൾ തിന്നാം എന്ന് വിചാരിച്ച് നിൽക്കണ്ട, അവരുടെ വായിലിരിക്കുന്നത് കേൾക്കണ്ട, എനിക്ക് തോന്നുമ്പോൾ എനിക്ക് എടുത്ത് തിന്നാം, എൻ്റെ വീട് എൻ്റെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുമ്പോഴേക്കും വൈജയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. വൈജ പറയും, എൻ്റെ 2 മക്കളും എൻ്റെ കൂടെയാ, ഇതൊരെണ്ണം എങ്ങനെ തല തിരിഞ്ഞു പോയെന്നാ എനിക്ക് മനസ്സിലാവാത്തതെന്ന്. അപ്പോൾ നമ്മുടെ കൃഷ്ണമോള് പറയുന്നുണ്ട്, ഒരെണ്ണെങ്കിലും നന്നായിട്ട് വളർന്നോട്ടെ അമ്മേ, നീ മുരടിച്ച് പോകത്തേ ഉള്ളൂ, നിന്നെ വളർത്തുന്നത് ആ അലീനയല്ലേന്ന്. അപ്പോൾ കണ്ണടച്ച് അങ്ങനെ പറയണ്ടമ്മേ, അലീനേച്ചി ഒരു മൂർഖം പാമ്പിനെ വളർത്തിയാൽ പോലും അതിൻ്റെ വിഷം ഇറങ്ങി നല്ലതായിട്ടേ വളരുള്ളൂ എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട്, നീയേ എന്നോട് സംസാരിക്കേണ്ട, വേഗം പൊക്കോ എന്ന്. അപ്പോൾ നമ്മുടെ കൃഷ്ണമോൾ ആ പോവാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് ചോദിക്കും, അതെ അച്ഛനോട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പറയണമെന്ന്. അയ്യോ വേണ്ടായേ, അച്ഛനോട് ഞാൻ എന്തെങ്കിലും പറയണമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞതാണ്, ഇനി ഒന്നും പറയാനില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ വൈജ. എങ്കിൽ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ അങ്ങ് പോകുന്നു. വൈജ ഇങ്ങനെ കിടന്നിങ്ങനെ ആലോചിക്കുകയാണേ.